ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ തന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ പെറ്റീഷനാണെന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഈ പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് SITക്കെതിരെയുള്ള രൂക്ഷ വിമർശനമായി മാറിയിരിക്കുകയാണ്. അതായത് ഈ കേസിൽ പ്രതികൾക്ക് എന്തുകൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. എന്തുകൊണ്ട് നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്ന ചോദ്യം ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചു. അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അവസ്ഥ തടയാമായിരുന്നു എന്ന കാര്യമാണ് കോടതി പറഞ്ഞത്. ഇതോടൊപ്പം അറസ്റ്റിലായ പ്രതികളെല്ലാവരും ഏകദേശം 90 ദിവസം ആകാറാകുന്നു എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണത്തിന് വിവിധ സ്റ്റേജുകളുണ്ട്. ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അവസ്ഥ, കുറ്റപത്രം സമർപ്പിക്കാതെ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അവസ്ഥ, അത് പൊതുജനങ്ങൾക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന കാര്യവും കോടതി കാണിക്കുകയാണ്. കോടതി പറയുകയാണ് എന്തെങ്കിലും ചെയ്യൂ ഇത് തടയാൻ എന്ന കാര്യമാണ് അവസാനമായി കോടതി പറയുകയും ചെയ്തത്. അതായത് നേരത്തെ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമാണെന്ന വിമർശനം SITക്കെതിരെ പ്രതിപക്ഷമടക്കം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു പരാമർശം അല്ലെങ്കിൽ രൂക്ഷ വിമർശനം SITക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ വിമർശനത്തിന്റെ അടക്കം അടിസ്ഥാനത്തിൽ SITക്ക് ഇനി തുടർ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കേണ്ടതായിട്ട് വരും എന്നതാണ് വ്യക്തമാകുന്നത്. അതിനിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വിശദമായി തന്നെ SIT രേഖപ്പെടുത്തി. 2025 അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തൽ. മരാമത്ത് പണികൾ നടക്കുന്നത് അറിയിക്കാത്തതിൽ ഗൂഢാലോചനയുണ്ടെന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ചോദ്യം ചെയ്യൽ. ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വിശദമായി രേഖപ്പെടുത്തുകയുണ്ടായി. അതിനിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടി. 14 ദിവസത്തേക്കാണ് നീട്ടിയത്. 90 ദിവസം ഇപ്പോൾ ആകാറാകുകയാണ് പത്മകുമാർ ജയിലിലായിട്ട്. അങ്ങനെ 90 ദിവസം ആകാറാകുമ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് പത്മകുമാറിൻ്റെ നീക്കം. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.